Hello, good morning. Welcome to Learning Now. നമ്മൾ കീം +1 ഫിസിക്സ് യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ള ഒരു യൂണിറ്റിൽ നിന്നുള്ള ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിന്റെ ലെക്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് ഹീറ്റും ടെമ്പറേച്ചറും ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. At normal temperatures, due to a puncture, the compressed air inside the tube of a car wheel suddenly starts coming out. Then the air inside the tube. Okay, ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ആ ഒരു പഞ്ചർ കാരണം ആ ഒരു കംപ്രസ്ഡ് എയർ ഉണ്ടാവില്ലേ, ഒരു കാറിന്റെ ടയർ ട്യൂബിൽ ഉണ്ടാകുന്ന ആ ഒരു കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്യൂബിൽ ഉണ്ടാകുന്ന എയർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? starts becoming hotter, starts becoming cooler, remains at the same temperature, may become hotter or cooler depending on the amount of water vapor present in the air. Okay, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് ആ ഒരു ട്യൂബിനുള്ളിൽ ഉണ്ടാകുന്ന എയർ എന്ന് പറയുന്നത് ബിക്കമിങ് കൂളർ ആകും. കാരണം എന്താണ്? നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു എയർ എന്ന് പറയുന്നത്, കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് പുറത്തേക്ക് വരികയാണ് ആ പഞ്ചർ കാരണം, അല്ലെ? സോ അപ്പൊ അതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ആ ഒരു എയർ ട്യൂബിന്റെ എയർ, ഇൻസൈഡ് ദ എയർ എന്ന് പറയുന്നത് നമുക്ക് ബിക്കമിങ് കൂളർ ആകും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Latent heat of dash is the heat energy required to change 1 kilogram of a liquid to gas at atmospheric pressure at its boiling point. അപ്പോൾ latent heat എന്ന് പറഞ്ഞാൽ എന്താണ്? Latent heat of vaporization. ഓപ്ഷൻ എ ആണ് വരുന്നത്. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വേപ്പറൈസേഷൻ latent heat എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കിലോഗ്രാം ഓഫ് ലിക്വിഡിനെ ഒരു ഗ്യാസ് ആക്കാനായിട്ട് അതിന്റെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും അതിന്റെ ബോയിലിംഗ് പോയിന്റിൽ ഒരു കിലോഗ്രാം ഓഫ് ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്നതിന് ആവശ്യമായ ആ ഒരു ഹീറ്റ് എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, at dash temperature, both the Fahrenheit and centigrade scales have the same value. ഏതോ ഒരു ടെമ്പറേച്ചറിൽ രണ്ട് ഫാരൻഹീറ്റും അതുപോലെ തന്നെ സെന്റിഗ്രേഡ്സും, ഓക്കെ, അത് രണ്ടും സെയിം ആയിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, -40 ഡിഗ്രിയാണ്. -40 ഡിഗ്രിയിൽ ഫാരൻഹീറ്റും സെന്റിഗ്രേഡ്സും സെയിം വാല്യൂ ആയിരിക്കും രണ്ടിനും ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Akhil wrapped himself with a few layers of cloth on a cold winter night. This helped him to keep himself warm because അഖിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു നല്ല തണുത്ത രാത്രിയിൽ അവനെ തന്നെ ആ ഒരു ക്ലോത്ത് കൊണ്ട് ഒരുപാട് ലെയർ ആയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അത് അവനെ ആ ഒരു ചൂടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എയർ ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ക്ലോത്ത് ഈസ് എ ബാഡ് കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്. അപ്പൊ ആ ഒരു എയർ ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ക്ലോത്ത്, ആ ക്ലോത്തിന് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ എയർ ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഹീറ്റിനൊരു ബാഡ് കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആ ഒരു ഹിംസെൽഫ്, അവനെ തന്നെ മൊത്തത്തിൽ ചൂടാക്കി നിർത്തുന്നതിന് ഈ ഒരു റാപ്പ് ചെയ്യുന്നത്, സ്വയം ആ ഒരു കുറെ ലെയറുകളായിട്ട് റാപ്പ് ചെയ്തത് അവനെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. An adiabatic wall between two thermodynamic system dash. ഓക്കെ, ഒരു അഡിയാബാറ്റിക്, രണ്ട് തെർമോഡൈനാമിക് സിസ്റ്റത്തിന് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഒരു അഡിയാബാറ്റിക് വാൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് അലോ ഹീറ്റ് ഓർ മാറ്റർ ടു പാസ് അക്രോസ് ഇറ്റ്. അത് ഒരു ഹീറ്റിനെയോ അല്ലെങ്കിൽ ആ ഒരു മാറ്ററിനെയോ അതുപോലെ പാസ് ചെയ്യുന്നതിനായിട്ട് അലോ ചെയ്യുന്നില്ല. എന്താണ് അഡിയാബാറ്റിക് വാൾ ബിറ്റ്വീൻ ടു തെർമോഡൈനാമിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്? അതിലൂടെ ഹീറ്റോ മാറ്ററിനെയോ പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. On a cold day in January, the temperature at a place fell below the freezing point and was recorded as -40 centigrade. On the Fahrenheit scale, the same temperature would be same for 40 degree തന്നെയായിരിക്കും. -40 ഡിഗ്രി ആണ്, അല്ലെ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് -40 ഡിഗ്രിയിൽ സെന്റിഗ്രേഡിലും ഫാരൻഹീറ്റും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്, സെയിം മെഷർമെന്റ് ആയിരിക്കും കാണിക്കുന്നത്. ദാറ്റ് ഈസ് -40 ഡിഗ്രി ആണ്. ഓക്കെ, the minimum temperature of the day occurs generally dash. നമുക്കൊരു ദിവസത്തിൽ ഉണ്ടാകുന്ന ഒരു മിനിമം ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഇൻ ദ ഏർലി മോർണിംഗ് ആണ്. ഓക്കെ, ഏർലി മോർണിംഗിലാണ് നമുക്ക് ആ ഒരു മിനിമം ടെമ്പറേച്ചർ കിട്ടുന്നത്. ഒരു ദിവസത്തിന്റെ മാക്സിമം ടെമ്പറേച്ചർ നമുക്ക് എപ്പോഴായിരിക്കും കിട്ടുന്നത്? ആഫ്റ്റർനൂണിലായിരിക്കും. ഓക്കെ, ആ ഒരു ഡ്യൂറിംഗ് ദ ആ ഒരു ആഫ്റ്റർനൂൺ ടൈമിലായിരിക്കും നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ കിട്ടുന്നത്. മിനിമം ടെമ്പറേച്ചർ കിട്ടുന്നത് എപ്പോഴായിരിക്കും? ഏർലി മോർണിംഗിലായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിലുള്ള റൈറ്റ് ആൻസർ. Since the clinical thermometer is designed to measure the temperature of the human body only,
It displays the ranges of 35 degree Celsius to dash. ഒരു തെർമോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയുടെ, നമുക്ക് ഫീവർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബോഡിയുടെ ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആ ഒരു റേഞ്ച്, ഏതൊരു ടെമ്പറേച്ചർ റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 35 ഡിഗ്രി ടു 42 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 35 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമുക്ക് ഐഡന്റിഫൈ കാണിച്ചു തരുന്നത്, ഒരു ഹ്യൂമൻ ബോഡിയുടെ. ഓക്കെ, ദാറ്റ് ഈസ് 35 to 42 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചേഴ്സ് ലൈക്ലി ടു ബി ഹയസ്റ്റ്? നമുക്ക് ഏത് പ്ലേസിലാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്ലേസിലായിരിക്കും പകലിലും രാത്രിയും തമ്മിലുണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹയസ്റ്റ്, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നത്? അതായത് ഡേ എന്ന് പറയുന്നത് വെരി ഹോട്ട് ആയിരിക്കും, നൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ കൂളായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അത് ഏത് സ്ഥലത്തിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, താർ ഡിസേർട്ട്. താർ മരുഭൂമിയിൽ പകൽ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ഹോട്ട് ആയിരിക്കും, അതിന് എക്സ്ട്രീം കോൾഡ് ആയിരിക്കും രാത്രി കാലങ്ങളിൽ. സോ അവർ തമ്മിലുണ്ടാകുന്ന ആ ഒരു ഡേയും നൈറ്റും ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ആയിരിക്കും, അറ്റ് ഹയസ്റ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും. അത് താർ ഡിസേർട്ടിലായിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The transfer of heat energy through the movement of a mass of substance from one place to another place is called, it is convection. ഓക്കെ, ആ ഒരു ഹീറ്റിന്റെ ട്രാൻസ്ഫറിങ് വരുന്നതാണ്. അപ്പൊ ഹീറ്റ് എനർജീനെ ആ ഒരു മൂവ്മെന്റ് ഓഫ് മാസ് ഓഫ് സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റ്സ് കൊണ്ടുണ്ടാകുന്നത്, ഒരു സ്ഥലത്ത് നിന്നും വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.